പിന്നെ ഈ രീതിയിൽ വരുന്ന ഒരു ഫാബ്രിക്കും കൂടെയാണിത്. മൾട്ടി കളറായിട്ട് ഹാൻഡ് വർക്ക്. ഇതൊക്കെ ഇതുപോലെ നമുക്ക് പാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പേസ്റ്റ് ചെയ്യാം. സാരിയിലേക്കൊക്കെ ആയാലോ പീച്ച്, പിന്നെ ഒരു ഐവറി കളർ ടോൺ, ആ ഒരു രീതിയിലേക്ക് മൾട്ടി കളറാണ്. ഇതിൻ്റെ ഓരോ പാച്ച് എടുത്തിട്ട് സാരി ഒരു ഓർഗൻസയാണ് ചെയ്യണമെങ്കിൽ അതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ആപ്ലിക് സാരികൾ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹാൻഡ് വർക്കിൽ വന്നിട്ട്. അപ്പോൾ നമുക്കൊരു കോസ്റ്റ് എഫക്റ്റീവായിട്ട് അങ്ങനെ ഒരു ബഡ്ജറ്റ് റേഞ്ചിലേക്ക് സെറ്റ് ചെയ്യാം. ഇതും വീണ്ടും ഒരു ക്രീപ്പർ പാറ്റേണിലേക്ക് ഫുൾ ഹാൻഡ് വർക്ക്, 2 സൈഡ് സ്കാലോപ്പ്. ഇനി ഇതിൻ്റെ നല്ല മുന്തിരി കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇത് ഇങ്ക് ബ്ലൂ, ആ ഒരു കോംബോ കളർ ടോൺ. ഫുൾ ഹാൻഡ് വർക്കാണ്. സ്കിന്നിലേക്കൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഗൗണൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ ഒരു റിസപ്ഷൻ മൂഡിലോട്ട്, സംഗീത പോലെയുള്ള ഫംഗ്ഷനിലേക്ക്, ഈവനിങ് ഫംഗ്ഷൻ എന്തിനു വേണമെങ്കിലേക്ക് നമുക്കൊരു ഗൗൺ സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ സ്കിന്നിൻ്റെ കളറും ഈ ഒരു കളറും കൂടെ ഇങ്ങനെ ഇതുപോലെ നല്ലൊരു ഷൈനിങ്ങോട് കൂടിയിട്ട് നമുക്ക് സ്റ്റേജിന് ഒരു അപ്പിയറൻസ് കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ വരുന്ന റണ്ണിങ് മെറ്റീരിയലാണ്. അതോടൊപ്പം ഇതിൻ്റെ തന്നെ ഒരു ഡാർക്ക് പർപ്പിൾ കളർ, ഇതും നല്ല കളർഫുള്ളാണ്. ഇതുപോലെ ചെറിയൊരു വിസിബിലിറ്റിയും കൊടുക്കുന്ന രീതിയിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മുന്തിരി കളറിലേക്ക്, ഇതിൻ്റെ ഈ സെയിം കളറിലേക്ക് നമുക്ക് ജോർജറ്റ് യൂസ് ചെയ്യാം, പിന്നെ പ്ലെയിൻ നെറ്റ് യൂസ് ചെയ്യാം. പിന്നെന്താ നമ്മുടെ പ്ലെയിൻ ഫാബ്രിക്സ്, ഡോള സിൽക്കോ ലിനൻ സാറ്റിൻ, എന്ത് പ്ലെയിൻ മെറ്റീരിയലും ഒരു പ്രീമിയം ഫാബ്രിക് ഇപ്പോൾ ടെസറാണ് നിങ്ങൾ യൂസ് ചെയ്യണത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 20-30 പോയിൻ്റ് എടുത്തിട്ട് ഒരു ടോപ്പായിട്ട് സെറ്റ് ചെയ്താലോ. ഹാൻഡ് വർക്കിൻ്റെ യോക്ക് പോർഷന് മാത്രം ഡീറ്റെയിലിംഗ് ആയിട്ട് ഇങ്ങനെ ഒരു ബക്കറ്റ് ഷേപ്പിലോ അങ്ങനെയൊക്കെ കൊടുത്തിട്ട് നമ്മളുടെ ഓരോരോ ഐഡിയയിൽ നമുക്ക് ക്രിയേറ്റീവായിട്ട് എന്തും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള റണ്ണിങ് മെറ്റീരിയലാണിത്. ഇത് വീണ്ടും ഒരു ഗോൾഡൻ കളറിലേക്ക്. ഇതൊക്കെ മെറ്റീരിയൽ തന്നെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ എന്ത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഉള്ളൊരു ഇത് വരുമ്പോൾ, ഇപ്പം ഇതാ കണ്ടോ, ഒരു വെഡ്ഡിങ് ബ്രൈഡാണ് നിങ്ങളെങ്കിൽ ഈ ഒരു കളറിലേക്ക് ആണ് നമ്മൾ സാരി ചൂസ് ചെയ്യും. ആ ഒരു ഗോൾഡൻ കളറിലേക്ക് കണ്ടോ, ഈ ഒരു ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്കുകളുണ്ട്. അപ്പം നമ്മളിങ്ങനെ റണ്ണിങ് മെറ്റീരിയൽ എടുത്ത് ഇതിനെ ആപ്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിലേക്ക് സാരി ആയാലും കുട്ടികളുടെ ഉടുപ്പായാലും ഒരു മം ഡോട്ടർ രീതിയിലേക്കൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇതൊരു 1/2 മീറ്റർ ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഫാബ്രിക് എടുത്തിട്ട് നമുക്കതുപോലെ സാരിയും ബ്ലൗസും കൂടെ ചെയ്തെടുക്കാം. ഇനി അടുത്ത ഒരു ഡിസൈൻ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലേക്ക് ഒരു ടിൻറ്റ് ലാവൻഡർ ടോണും കൂടെ കയറി വന്നിട്ട് ഫുൾ പേൾ വർക്കും നല്ലൊരു സീക്വൻ വർക്കും അങ്ങനെ ചെയ്തിട്ടുള്ള വീണ്ടും ഹാൻഡ് വർക്കുകളുടെ ഒരു ചാകരയാണ്. ഒരൊറ്റ പാച്ച് എടുത്താൽ മതി, നമുക്ക് എന്ത് വേണമെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ 1 മീറ്ററുള്ള അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇത്തരത്തിലുള്ള പേസ്റ്റൽ കളർ ടോണുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്നത് ഈ ഒരു സീസണിലേക്ക്. ഇത് വീണ്ടും ഒരു ഗ്രേ കളറിലേക്ക് പിങ്ക് ഹാൻഡ് വർക്ക് വരുന്നു. നല്ല മനോഹരമായിട്ടുള്ള കളർ കോമ്പോസ്. ഇതിലേക്കൊക്കെ ഒരൊറ്റ പാച്ച് ഇങ്ങനെ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ചുരിദാറിൻ്റെ സെറ്റിലേക്ക് ഒരു ടെസർ ഫാബ്രിക് എടുത്തിട്ട് ഇതിലേക്ക് അങ്ങ് ആപ്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പാർട്ടി വെയർ ടോപ്പും ബോട്ടും ദുപ്പട്ടയും നെറ്റ് എടുത്തിട്ട് ഇതിൻ്റെ ദുപ്പട്ടയും കൂടെ അങ്ങ് സെറ്റ് ചെയ്താൽ വീണ്ടും ഇതുപോലുള്ള പാച്ച് വർക്കുകളാണിത്. ഫുൾ ഹാൻഡ് വർക്കാണ്. നല്ലൊരു ബ്ലൂയിഷ് ഗ്രേ കളർ ടോണാണ് നെറ്റ് വരുന്നത്. അതിലോട്ട് കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഹാൻഡ് വർക്കുകൾ വരുന്നത്. ഇതൊക്കെ ഈ സമയത്ത് വന്ന പുതിയ കളക്ഷൻസാണ്. താഴോട്ട് ഇങ്ങനെ കുറച്ചും കൂടെ ഡാർക്ക് ഡീറ്റെയിലിങ് ഇങ്ങനെ ഒരു സ്പ്രെഡിങ് ആണ് കൂടുതലായിട്ട്.